ഹലോ, എല്ലാവർക്കും ആരുസ് മാമിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ചെടികളെയും പൂക്കളെയും ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? ചിലർക്ക് ചെടികളൊക്കെ നന്നായിട്ട് സംരക്ഷിച്ച് നിറയെ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലരാണെങ്കിൽ ചെടി നടാനൊന്നും നടക്കാറില്ല, എന്നാൽ പൂക്കളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇന്നത്തേത് ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. എന്താണെന്നല്ലേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടുവരുന്ന ചെടിയാണ് കൊങ്ങിണി അല്ലെങ്കിൽ അരിപ്പൂ എന്ന് പറയുന്നത് അല്ലേ? ലാൻഡാന പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ചെടി നട്ടു വളർത്തുന്നത് എങ്ങനെയെന്നും അതിൻ്റെ പരിചരണം എങ്ങനെയെന്നും എന്നാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ ലാൻഡാന പ്ലാന്റ് വേര് പിടിപ്പിക്കാം, അതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യാം, പിന്നെ അതിൻ്റെ വളപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഗാർഡനിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ലാൻഡാന പ്ലാന്റ് കാണിച്ചു തരാം. ഇത് 4 ടൈപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് 2-3 നാടനാണ്, ഒരെണ്ണം പടർന്ന് കിടക്കുന്ന ടൈപ്പാണ്. നമുക്ക് അതൊന്നും ആദ്യം കാണാം. അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് നട്ടു വളർത്തിയത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതുണ്ട്, ഇത് യെല്ലോ കളറിൽ നിറയെ പൂക്കൾ വിരിയുന്ന പടർന്ന് നിൽക്കുന്ന ടൈപ്പ് ചെടിയാണ്. നിറയെ പൂക്കളുണ്ടായാൽ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റുന്ന ചെടിയാണ്. ഞാനിത് മുറ്റത്തിൻ്റെ സൈഡിലാണ് നട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ താഴോട്ട് പടർന്ന് നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് യെല്ലോയും പിങ്കും 2 കളർ വരുന്ന പൂവാണ് ഇതിനുള്ളത്. ഈ ചെടി നാടൻ ചെടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് വെക്കും. അതിന് ശേഷമായിരിക്കും പൂക്കളുണ്ടാവുക. കുറച്ച് ഹൈറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ കമ്പ് മുറിച്ച് വിടുകയാണെങ്കിൽ അധികം പൊക്കം വയ്ക്കാണ്ട് തന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും. ഇത് വേറൊരു ടൈപ്പിൽ 2 കളർ വരുന്നതാണ്, റെഡും ഓറഞ്ചും വരുന്നു. നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. ഇതും ഒരുപാട് ഹൈറ്റ് വെക്കില്ല, എന്നാലും അത്യാവശ്യം ഹൈറ്റ് വെക്കും, നിറയെ പൂക്കളുണ്ടാകും. ഇതും കണ്ടു നോക്കൂ. ഇതാണ് എൻ്റെ കയ്യിലുള്ളതിൽ ലാസ്റ്റ് അരിപ്പൂവിൻ്റെ ചെടി. ഇത് വയലറ്റും വൈറ്റും ഒരു നടുക്കൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ പൂക്കൾ വിരിയുന്ന ചെടിയാണ്. ഇതും ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് തന്നെയാണ്. നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തുക, അപ്പോൾ നല്ല ഭംഗിയിൽ പൂക്കൾ വിരിയും. അപ്പോൾ നിങ്ങൾ പൂക്കൾ കണ്ടില്ലേ, ഇഷ്ടമായോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. ഈ കൊങ്ങിണി ചെടി നമുക്ക് നാടൻ, ഹൈബ്രിഡ് അങ്ങനെ വെറൈറ്റിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൽ നാടൻ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ വലുതായതിന് ശേഷമായിരിക്കും പൂക്കൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് മണ്ണിൽ നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കറക്റ്റ് ടൈമിൽ അതിൻ്റെ കമ്പൊക്കെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂവുണ്ടാകുന്നതാണ്. ഹൈബ്രിഡ് ചെടികൾ ചെടിച്ചട്ടിയിൽ നമുക്ക് വളർത്താവുന്നതാണ്. അത് ചെറുതിലേ മുതൽ പൂവിട്ട് തുടങ്ങും. നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സമ്മർ സീസണിലും അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് നിറയെ പൂക്കളുണ്ട്. കൊങ്ങിണിച്ചെടി ഒരു സമ്മർ സീസൺ പ്ലാന്റ് ആണ്. സമ്മർ ടൈമിൽ നിറയെ പൂക്കളുണ്ടായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനും. അതുപോലെ തന്നെ നിറയെ തേനീച്ചകളും ചെറിയ പ്രാണികളും പൂമ്പാറ്റകളൊക്കെ നിറയെ വന്നിരിക്കുന്നതാണ്. മറ്റ് ചെടികളെക്കാൾ കൂടുതൽ ഈ പ്ലാന്റിൽ ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ, നിറയെ പൂക്കളുണ്ടാവും എന്നുള്ളത്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനും. അതുപോലെ തന്നെ ഈ പൂക്കളിൽ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ടായിരിക്കും. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ്, വയലറ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. പിന്നെ 2 കളർ മിക്സ് ആയിട്ട് വരുന്നത്, അങ്ങനെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ചെടിക്ക് നന്നായിട്ട് സൺലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നന്നായിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് സെലക്ട് ചെയ്യുകയാണ്. വെള്ളം വാർന്നു പോകുന്ന ഈർപ്പമുള്ള മണ്ണാണ് നല്ലത്. കാരണം വെള്ളം അധികമായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വേര് ചീഞ്ഞ് നമ്മുടെ ചെടി നശിച്ചു പോകാൻ ചാൻസ് അധികമാണ്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. മഴക്കാലത്താണെങ്കിലും അധികം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നടാണ്ടിരിക്കുക. മണ്ണിലാണെങ്കിലും അതെ, ചെടിച്ചട്ടിയിലാണെങ്കിലും അതെ. ചെടിച്ചട്ടിയിൽ വെള്ളം അധികം ഇല്ലാണ്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പൂക്കളൊക്കെ കണ്ടല്ലോ, ഇനി നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ നോക്കണം അല്ലേ? അപ്പോൾ ഇനി അത് നോക്കാം. ഞാനിപ്പോൾ ചെടി നടാൻ വേണ്ടിയിട്ട് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കോക്കോപീറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കോപീറ്റ് ചെടികൾക്ക് വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി മണ്ണും മാത്രമാണ് എടുക്കുന്നത്. ഞാൻ ചെടിച്ചട്ടിയിലാണ് നടാൻ പോകുന്നത്. ചെടിച്ചട്ടിയിൽ അടിഭാഗത്ത് 2 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കോക്കോപീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചകിരീൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചെടിച്ചട്ടീൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മണ്ണിട്ട് നിറച്ച് എടുക്കുകയാണ്. മണ്ണൊക്കെ നിറച്ചതിന് ശേഷം നമുക്കത് നട്ടു കൊടുക്കാം. നട്ടു കൊടുക്കുമ്പോൾ ചെടി കട്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂത്ത തണ്ട് കട്ട് ചെയ്തെടുക്കരുത് നടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അഗ്രഭാഗത്തുനിന്ന് കുറച്ച് ഒരുപാട് മൂത്ത് പോവാത്ത ചെറിയൊരു തണ്ട് നോക്കി കട്ട് ചെയ്തെടുക്കുക.
ഇതുണ്ട്, ഞാനിപ്പോൾ അധികം മൂത്തിട്ടൊന്നുമില്ല, ചെറിയൊരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ വേഗം വേര് പിടിച്ച് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ നടുമ്പോൾ നിങ്ങൾ ഒരു 3-4 ചോട് നട്ടു കൊടുക്കുകയാണെങ്കിൽ ആ ചെടിച്ചട്ടിയിൽ നിറയും ഒരുമിച്ച് പൂവിട്ട് നിൽക്കും, ഒരു ബുഷായിട്ടൊക്കെ നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ 4 നട്ടു കൊടുക്കുന്നുണ്ട്, റൗണ്ട് ആയിട്ട് 4 നട്ടു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നിറയെ പൂവിട്ട് നിൽക്കും. ഒറ്റ കമ്പൊക്കെ നട്ട് കഴിയുമ്പോൾ 1-2 എണ്ണമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവില്ല. നിറയെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. പൂക്കൾ തീരുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ഷെയ്ഡിൽ നിർത്തുക, അതായിരിക്കും പെട്ടെന്ന് വേര് പിടിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യം. ചെടിയൊക്കെ നന്നായി വേര് പിടിച്ച് വളർന്നു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന് വളപ്രയോഗം എന്ന് പറയുന്നത്. മഴക്കാലമൊക്കെ ആണെങ്കിൽ കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെയാണ് ഈ ചെടിക്ക് നല്ലത്. വേനലൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ നമുക്ക് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ചിലപ്പോൾ പച്ചച്ചാണകം പൊളിപ്പിച്ചത് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് പൊളിപ്പിച്ചത്, അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് നനച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ ആ ചെടി കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്ത് വിടേണ്ടത് ആ പൂ നിന്നതിൻ്റെ കുറച്ച് താഴത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ അവിടെ പുതിയത് തളർത്ത് വരാനും അതിൽ പൂ ഇടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ചെടിയിൽ എപ്പോഴും പൂക്കൾ നിലനിർത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 സൈഡിലും പുതിയത് തളർത്ത് വന്ന് അവിടെ പൂ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ചെടികൾ നമ്മുടെ ഗാർഡനിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ തന്നെ പടർത്തി വളർത്താം. ഇപ്പോൾ മുറ്റത്തിൻ്റെ കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് താഴോട്ട് പടർത്തി വളർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ ബുഷായിട്ട് നിർത്താം. അതുമല്ലാന്നുണ്ടെങ്കിൽ മതിലൊക്കെ ഉണ്ടെങ്കിൽ മതിലിന് മുകളിൽ ഒരു ചെടിച്ചട്ടി വയ്ക്കാം. അതിന്ന് താഴോട്ട് നമുക്ക് വളർത്താവുന്നതാണ്. അതും അല്ലെങ്കിൽ ഗാർഡനിൻ്റെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് രീതിയിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പടർന്ന് കിടക്കുന്ന ചെടികളെ നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നന്നായിട്ട് വളർത്താവുന്നതാണ്. നന്നായിട്ട് നമുക്ക് അലങ്കരിച്ച് വളർത്താൻ ഒരുപാട് സാധ്യതയുള്ള ചെടിയാണ് ഈ അരിപ്പൂവ് അല്ലെങ്കിൽ കുങ്ങിണി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് ഈ അരിപ്പൂവ് നട്ടു വളർത്തുക എന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഈ ചെടി എവിടെന്നെങ്കിലും വാങ്ങി നട്ടു വളർത്തുക. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.